എന്ന വിഷയങ്ങളാണ് ഒരുപക്ഷെ അതൊക്കെ ആവാം ഹിന്ദു ഏകതാ സമ്മേളനങ്ങളുടെ ഒരുപാട് ലക്ഷ്യങ്ങളിൽ ഒന്ന്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ദുർവാസാവ് മഹാവിഷ്ണുവിന്റെ പരമഭക്തനാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭക്തിയിൽ സന്തോഷം കൊണ്ട് മഹാവിഷ്ണു ഒരു ദിവ്യമായ മാല ദുർവാസാവിന് സമ്മാനിക്കുകയാണ് ഉണ്ടായത്. സർവ ഐശ്വര്യങ്ങളും നിറയുന്ന ദിവ്യമായൊരു മാല ദുർവാസാവിന് സമ്മാനിച്ചു. അദ്ദേഹം അത് സാക്ഷാൽ ഇന്ദ്രന് അദ്ദേഹം കൊടുക്കുകയാണ് പിന്നീട് ഉണ്ടായത്. ഇന്ദ്രന് അതിന്റെ വില അറിയാതെ, കാരണം ദേവന്മാർക്ക് യുവത്വം നഷ്ടപ്പെടുന്നില്ല അഥവാ വാർദ്ധക്യം വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അഹങ്കാരത്തിന്റെ ഒരു മൂർത്തിമത് ഭാവത്തിലാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ഒന്നിനെയും പേടിക്കണ്ടല്ലോ, വൃദ്ധാവസ്ഥ വരുന്നില്ലെങ്കിൽ ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് മനസ്സിലാക്കിയ ദുർവാസാവ്, ക്ഷമിക്കണം, ഇത് സ്വയം ഉൾക്കൊണ്ട ഇന്ദ്രൻ ആ അഹങ്കാര പാരവശ്യത്തിൽ ഇത് തന്റെ വാഹനമായ ഐരാവതത്തിന് കൊടുത്തു. ഐരാവതത്തിന് കൊടുക്കുമ്പോൾ കഥയനുസരിച്ച് ഈ ഐശ്വര്യപൂർണമായ സുഗന്ധപൂർണമായ മാലയായതുകൊണ്ട് തന്നെ ഒരുപാട് വണ്ടുകളും ഒക്കെ ഈ മാലയുടെ അടുത്ത് വന്ന് ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. ഇതൊരു ശല്യമായി തോന്നിയ ഐരാവതമാന ആ മാല വലിച്ചെറിയുകയാണ് ഉണ്ടായത്. ഇതറിഞ്ഞ ദുർവാസാവ് ഇതൊരു മഹാ അപമാനമായി തോന്നുകയാണ്. ആർക്കായാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ സ്നേഹപൂർവം സമ്മാനമായി നൽകിയ ഒന്ന് അത് വലിച്ചെറിഞ്ഞു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും അപമാനം തോന്നും. അങ്ങനെ അപമാനിതനായി എന്ന് തോന്നിയ ദുർവാസാവ് ശപിക്കുകയാണ് ഉണ്ടായത്, നിങ്ങൾക്ക് വാർദ്ധക്യം വരട്ടെ, നിങ്ങളുടെ ശക്തി, യുവത്വത്തിന്റെ ശക്തി ക്ഷയിച്ചു പോകട്ടെ. ഇങ്ങനെ ശാപവാക്കുകൾ ഏറ്റുവാങ്ങിയ നിമിഷം മുതൽ ദേവന്മാര് മുഴുവനും ശക്തിയില്ലാത്തവരായി ക്ഷീണിതരായി മാറാൻ തുടങ്ങി. അസുരന്മാരോടുള്ള യുദ്ധത്തിൽ ദേവന്മാർ പലപ്പോഴും പരാജയത്തിന്റെ വക്കിൽ പോലും എത്തി. അപ്പൊ ഇതിങ്ങനെ പോയാൽ ശരിയാവില്ലെന്ന് കണ്ട ഇന്ദ്രാദി ഗണങ്ങൾ ബ്രഹ്മാവിന്റെ അടുത്ത് പോയി. ബ്രഹ്മാവട്ടെ എല്ലാവരെയും കൂട്ടി മഹാവിഷ്ണുവിന്റെ അടുത്ത് പോയി. അങ്ങനെ എല്ലാവരും കൂടിയാലോചിച്ചൊരു പരിഹാരം പറഞ്ഞു. പാലാഴി കടഞ്ഞാൽ ഒരു അമൃത് ലഭിക്കും. ആ അമൃത് പാനം ചെയ്താൽ നിങ്ങളുടെ യുവത്വം വീണ്ടെടുക്കാം, വൃദ്ധാവസ്ഥ നിങ്ങൾക്ക് വരില്ല. ഇങ്ങനെയാണ് പാലാഴി മഥനത്തിനൊരു നിമിത്തം ജനിക്കുന്നത്. ഒരുപക്ഷെ ദുർവാസാവ് ഇല്ലായിരുന്നെങ്കിൽ പാലാഴി മഥനം സംഭവിക്കുമായിരുന്നില്ല. അങ്ങനെ പാലാഴി മഥനം ചെയ്തു ആരംഭിച്ചു. ഒരു വലിയ കടലായതുകൊണ്ട് തന്നെ ദേവന്മാർക്ക് ശക്തി ക്ഷയിച്ച കാലവുമായതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കത് സാധ്യമല്ല. അസുരന്മാരുടെ സഹായം തേടി നിങ്ങൾക്കും അമൃതിന്റെ ഒരു അംശം തരാമെന്നൊക്കെ മോഹിപ്പിച്ച് അങ്ങനെ മന്ദരപർവ്വതത്തെ നിശ്ചയിച്ചു കടക്കോലായിട്ട്. പിന്നീടുള്ള കഥകളൊക്കെ നിങ്ങൾക്കറിയാം. വാസുകിയെ ചരടായി നിശ്ചയിച്ചു. അങ്ങനെ അനേക വർഷക്കാലം നീണ്ടുനിന്ന പാലാഴി മഥനം തുടർന്നുകൊണ്ടേയിരുന്നു. ഒരുപാട് ദിവ്യമായ സംഗതികൾ പാലാഴി മഥനത്തിലൂടെ ലഭിച്ചു. ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു മഥന പ്രക്രിയയുടെ ഒരു പാർശ്വഫലം എന്ന നിലക്ക് അത്യധികം ക്ഷീണിതനായ വാസുകി എന്ന പാമ്പ് തന്റെ ഉള്ളിലുള്ള വിഷം ഛർദ്ദിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. ഇതിന് ഹലാഹലമെന്നും കാളകൂടമെന്നും ഒക്കെ അറിയപ്പെടുന്ന ആ മഹാവിഷം ഛർദ്ദിക്കേണ്ട അവസ്ഥ എത്തിയപ്പോൾ ഇതിനെ സംരക്ഷിക്കാൻ ആരും
ധൈര്യപ്പെടാത്തൊരവസ്ഥയുണ്ടായി. ഒരുപാട് ഐശ്വര്യസമ്പന്നമായ കാര്യങ്ങൾ എത്തിയപ്പോൾ അതൊക്കെ ഏറ്റുവാങ്ങാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. വിഷത്തിന്റെ കാര്യം എത്തിയപ്പോൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് പരമശിവൻ അത് ഏറ്റുവാങ്ങാൻ നിശ്ചയിക്കുന്നത്. ആ വിഷത്തിന്റെ പരിണിത ഫലം ഒരു തുള്ളി ഉറ്റിയാൽ പോലും ഈ ലോകം നശിക്കും എന്നുള്ള അവസ്ഥയിലുള്ള വിഷമായിരുന്നു അത്. അങ്ങനെ അത് മുഴുവൻ അദ്ദേഹം കയ്യിലെടുത്ത് പാനം ചെയ്തു. കുടിക്കുന്ന സമയത്ത് ഇതറിഞ്ഞ പാർവതീദേവി താഴേക്ക് പോവാതിരിക്കാൻ കഴുത്തിൽ അമർത്തി പിടിച്ചു. പുറത്തു പോവാതിരിക്കാൻ മഹാവിഷ്ണുവും വായ പൊത്തി പിടിച്ചു. അങ്ങനെ അത് പരമശിവൻ നീലക്കഴുത്തുള്ളവനായി, നീലകണ്ഠനായി. അങ്ങനെ വിഷം തീണ്ടിയത് കൊണ്ട് ഉറക്കമൊഴിഞ്ഞ് ഇരിക്കണമെന്ന് നമ്മുടെ നാട്ടിലും സാധാരണ അങ്ങനെ ഒരു ചൊല്ലുണ്ട്, പാമ്പ് കടിച്ചാൽ ഉറങ്ങരുതെന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് ശിവൻ ഈ ലോകഹിതാർത്ഥം, പ്രപഞ്ചത്തെ രക്ഷിക്കുവാൻ വേണ്ടി, അവിടെയാണ് പരമശിവന്റെ മഹത്വം നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ശിവന് വേണ്ടിയിട്ടല്ല ഈ വിഷം കുടിച്ചത്, ശിവനല്ല ഈ വിഷത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്. തീർത്തും ഒരു ബന്ധവുമില്ലാതെ, ശിവനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വിഷയത്തിലാണ് സാക്ഷാൽ പരമശിവൻ ഇടപെട്ടതും ലോകഹിതാർത്ഥം നിസ്വാർത്ഥമായി അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുത്തതും ലോകരെ മൊത്തം രക്ഷിച്ചതും. ഇതിൽ സന്തോഷം പൂണ്ട, ഞങ്ങളെയെല്ലാം അങ്ങ് രക്ഷിച്ചല്ലോ എന്ന് സന്തോഷം പൂണ്ട ദേവഗണങ്ങളും അസുരഗണങ്ങളും മുഴുവൻ ലോകവും മുഴുവൻ പ്രപഞ്ചവും ഒരുപോലെ 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 ആ രാത്രി മുഴുവൻ ശിവനെ, പരമേശ്വരനായ മഹാദേവനെ സ്തുതിച്ചുകൊണ്ട് നടത്തിയ രാത്രിയുടെ സ്മരണയാണ് യഥാർത്ഥത്തിൽ ശിവരാത്രി. ഇവിടെ നമ്മൾ ഒത്തുനോക്കേണ്ട ഒരു കാര്യം ഇതാണ്. പുരാണ പ്രസിദ്ധമായ ശിവരാത്രിയുടെ യഥാർത്ഥ കൽപ്പന. ഈ കൽപ്പനാവിശേഷവും നമ്മൾ ഇന്ന് നടത്തുന്നതായ ആചാരപ്രക്രിയയുടെ വിശേഷവും തമ്മിൽ ബന്ധമുണ്ടോ, ബന്ധമുണ്ടാവേണ്ടതല്ലേ എന്നൊക്കെയാണ് ഈ അവസരത്തിൽ നാം ഒത്തുചേരേണ്ടത്, ഒത്ത് ചിന്തിക്കേണ്ടത്. അഥവാ ലോകഹിതാർത്ഥം മഹാദേവൻ നടത്തിയ ത്യാഗോജ്വലമായ ആ പുണ്യപ്രവൃത്തിയെ ഓർക്കാതെയാണ് ശിവരാത്രിയുടെ വ്രതാനുഷ്ഠാനങ്ങളിൽ നമ്മൾ പങ്കുകൊള്ളുന്നതെങ്കിൽ നമ്മുടെ വ്രതാനുഷ്ഠാനങ്ങളും പൂർണ്ണമാവില്ല, അപൂർണമായിരിക്കും. നമ്മുടെ സങ്കല്പങ്ങൾ പൂർണ്ണമാവില്ല, അപൂർണമായിരിക്കും. യാതൊരു തർക്കവും അതിലില്ല. സ്വാർത്ഥമായ കാര്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ വ്രതാനുഷ്ഠാനം ആരംഭിക്കുന്നതെങ്കിൽ ഈ സങ്കല്പവും നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹ സങ്കല്പവും യഥാർത്ഥ ശിവരാത്രിയുടെ തത്വസങ്കല്പവും ഉൾച്ചേർത്തിക്കൊണ്ടല്ലാതെ ഈ ശിവരാത്രി നമ്മൾ വ്രതം എന്ന നിലയിൽ ആചരിക്കുന്നില്ലെങ്കിൽ ഇത് വ്യർത്ഥമാണ് എന്നതിൽ യാതൊരു തർക്കവും ഉണ്ടാവില്ല. ഇത് നമ്മൾ വീണ്ടും വിചാരം ചെയ്യേണ്ടുന്ന വിഷയമാണ് എന്നാണ് നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത് നമ്മൾ ആലോചിക്കുന്നില്ലെങ്കിൽ നിശ്ചയമായും പറയാം, നമ്മൾ നമ്മുടെ ആചാര പദ്ധതികളെ വേണ്ട വിധത്തിൽ അറിഞ്ഞിട്ടില്ല, അറിയാൻ ശ്രമിച്ചിട്ടുമില്ല, ശ്രമിക്കുന്നുമില്ല. ഉറക്കമൊഴിയുക എന്നുള്ളത് ശിവനാമ സങ്കീർത്തനങ്ങൾ കൊണ്ട്, ശിവനാമ സങ്കീർത്തനത്തിൽ മുഴുകി ഉറക്കമൊഴിയണം എന്നതാണ്. അങ്ങനെ ഉറക്കമൊഴിയാൻ പാകമാവുമ്പോൾ മാത്രമേ ശിവരാത്രിയെ ആ അർത്ഥത്തിൽ നമ്മൾ ആചരിക്കുവാൻ യോഗ്യരാവുന്നുള്ളൂ എന്നുകൂടി നമ്മൾ ആലോചിക്കണം. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ. ഇപ്പൊ എന്റെ വിഷയം തന്നിരിക്കുന്നത് സനാതന ധർമ്മത്തിലെ ധാർമ്മിക മൂല്യം എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ മൂല്യം നഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഇതൊന്നും ആലോചിക്കാതെയാണ് നമ്മൾ
ഇതൊക്കെ നടത്തുന്നത്. മറ്റൊരു പ്രസിദ്ധമായ ഉദാഹരണം കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരും എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ന് രാവണനെ നോക്കും. രാമായണത്തിൽ രാവണൻ എന്ന കഥാപാത്രത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഇന്ന് എത്രയോ ലേഖനങ്ങൾ, എത്രയോ പഠനങ്ങൾ, എത്രയോ സീരിയലുകൾ, എത്രയോ സിനിമകൾ, എല്ലാം രാവണൻ എന്ന ഒരു ഏകപക്ഷീയമായ രാവണനെയാണ് നമ്മൾ, ഒരു തുമ്പും വാലുമൊന്നുമില്ലാത്ത രാവണനെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപൂർണമായ രാവണ തത്വത്തെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് രാവണന്റെ പക്ഷത്തു നിന്ന് രാമായണത്തെ കാണാൻ ആളുകൾ ഉണ്ടാവുന്നു. സീതയുടെ പക്ഷത്തു നിന്ന് മാത്രം ഒരു പ്രത്യേകിച്ചൊരു നോട്ടം രാമായണത്തിലേക്ക്. യഥാർത്ഥത്തിൽ രാമായണ പക്ഷത്ത് നിന്ന് രാമായണത്തെ നോക്കുന്നതിൽ നിന്ന് നമ്മൾ ഏറെ അകന്നും പോയിരിക്കുന്നു. ഇത് വലിയ പ്രശ്നമുണ്ടാക്കുന്ന കാര്യമാണ്. നമുക്ക് യഥാർത്ഥത്തിൽ രാവണൻ ആരാണ്? രാമന്റെ ശത്രുവാണോ? ഒരുപക്ഷെ മഹാവിഷ്ണുവിന്റെ ദ്വാരപാലകന്മാരവിടെ ഇല്ലായിരുന്നെങ്കിൽ രാമായണം ജനിക്കുമായിരുന്നു. രാമായണത്തെ നമ്മൾ ഈ നിലയിൽ മനസ്സിലാക്കുമായിരുന്നു. ആരാണ് രാവണൻ യഥാർത്ഥത്തിൽ? അപ്പോഴാണ് നമ്മൾ ഏതിലേക്ക് പോകേണ്ടത്? അങ്ങ് ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ സനകാദി മഹർഷിമാർ ഒരിക്കൽ മഹാവിഷ്ണുവിന്റെ വൈകുണ്ഠത്തിലേക്ക് മഹാവിഷ്ണുവിനെ സന്ദർശിക്കുവാനായിട്ട് പോകുന്ന സമയം മുതൽ നമ്മൾ എണ്ണി തുടങ്ങണം രാവണനെ മനസ്സിലാക്കുവാൻ. ആ സനകാദി മഹർഷികളുടെ യാത്ര മനസ്സിലില്ലാതെയാണ് നിങ്ങൾ രാവണനെ മനസ്സിലാക്കുന്നതെങ്കിൽ രാമന്റെ ശത്രുവാണ് രാവണൻ എന്ന തരത്തിൽ ചുരുങ്ങിപ്പോകും. രാമായണത്തിന്റെ അർത്ഥം തന്നെ നഷ്ടപ്പെട്ടു പോകും. കഥയിലേക്ക് വന്നാൽ ദ്വാരപാലകന്മാരായ ജയനും വിജയനും രണ്ടുപേർ അവരോട് പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം പാലിക്കുക മാത്രമാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആരെയും കടത്തിവിടരുത്. അങ്ങനെ സനകാദി മഹർഷിമാര് വന്നപ്പോൾ സ്വാഭാവികമായും അവരെ തടഞ്ഞു നിർത്തി. സനകാദി മഹർഷിമാർ ആരെന്നോ അവരുടെ മഹത്വം എന്താണെന്നോ അറിയാതെ പോയ ജയവിജയന്മാർ അവരോട് വാക്തർക്കമുണ്ടാകും. ഇത് ദ്വാരപാലകന്മാരുടെ അഹങ്കാരമാണെന്ന് മനസ്സിലാക്കി സനകാദി മഹർഷിമാർ ആ ദ്വാരപാലകന്മാരെ ശപിക്കുകയാണ് ഉണ്ടായത്. നിങ്ങൾ ഭൂമിയിൽ പോയി മനുഷ്യജന്മം സ്വീകരിക്കട്ടെ, ഈ ദ്വാരപാലക സ്ഥാനത്തിൽ നിന്ന് ഇല്ലാതെയാവട്ടെ എന്ന താല്പര്യത്തോടെ. അപ്പോഴാണ് മഹാവിഷ്ണു അവിടെ വരുന്നതും പ്രത്യക്ഷപ്പെട്ടതും. എന്നിട്ട് ശാപമാണ്. പിന്നീട് ചെറിയ നീക്കുപോക്കുകളാണ് നടത്തുന്നത്. 3 ജന്മം എന്റെ ശത്രുക്കളായി നിങ്ങൾക്ക് ജനിക്കാം. ഓപ്ഷൻ 1. രണ്ടാമത്തെ ഓപ്ഷൻ 7 വർഷം എന്റെ ഭക്തന്മാരായും നിങ്ങൾക്ക് ജന്മമെടുക്കാം. ഇതിലേത് വേണമെന്ന് ചോദിച്ചപ്പോ ദ്വാരപാലകന്മാരായ ജയനും വിജയനും 3 വർഷം അങ്ങയുടെ ശത്രുക്കളായി ജന്മമെടുത്താൽ മതി എന്ന നിർദ്ദേശത്തെ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ആദ്യത്തെ ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനുമൊക്കെയായി ജനിക്കുന്നത്. അവിടെ നരസിംഹാവതാരം എന്ന നിലയിൽ മഹാവിഷ്ണുവിന്റെ ശത്രുവായി ജന്മം ജീവിച്ചു തീർത്തു. നരസിംഹം 2 പേരെയും വധിച്ചു, മോക്ഷം നൽകി. നോക്കൂ, അവിടെ ശത്രുവാണോ ജയവിജയൻ? ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. ഈ കഥ അറിയാതെയാണ് ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനുമായി
എന്തുകൊണ്ട് ഈ ഭൂമിയിൽ ജനിക്കേണ്ടി വന്നു എന്ന് പൂർവ കഥ അറിയാതെയാണ് നാം ഇതിനെ സമീപിക്കുന്നതെങ്കിൽ മഹാവിഷ്ണുവിന്റെ ശത്രുവാണ് ഇവർ എന്ന ചുരുങ്ങിയ ചിന്താഗതി ഉൾക്കൊള്ളുമായിരുന്നു. അതറിഞ്ഞുകൊണ്ടാണെങ്കിൽ വിധിയുടെ ചില നിയമങ്ങളുടെ ആ വിധി നിർവഹണത്തിൽ പങ്കാളികളായ രണ്ടുപേർ മാത്രമാണ്, നിമിത്തങ്ങളായി പങ്കുചേർന്ന രണ്ടുപേർ മാത്രമാണെന്ന സത്യത്തോടെ നമ്മൾ അതിനെ ഉൾക്കൊള്ളുമായിരുന്നു. ഇതൊക്കെ ഭഗവാന്റെ തന്നെ ലീലാവിലാസങ്ങളാണെന്നും ഭഗവാനിൽ ഇത്തരം നരസിംഹ അവതാരമെടുത്ത് ആ ലീലാവിലാസം ഭൂമിയിൽ ചെയ്യേണ്ടതുണ്ടെന്നും അതിന്റെ ആകുക മാത്രമാണ് അവരുടെ ദൗത്യമെന്നും എന്നുള്ള വളരെ വളരെ ഭക്തിപൂർവമായ ഒരു നിലയിൽ നമ്മൾ അതിനെ ഉൾക്കൊള്ളുമായിരുന്നു. തിരിച്ച് രാമ അവതാര കാലത്ത് രാവണനും കുംഭകർണനും ആയി രണ്ടാം ജന്മം, ശാപ വാക്കനുസരിച്ചുള്ള രണ്ടാം ജന്മം. ഇനി പറയൂ, രാവണനും കുംഭകർണനും ഒക്കെ രാമന്റെ ശത്രുക്കളാണ്. ആ ശാപമനുസരിച്ച് അവർക്ക് അങ്ങനെ ഒരു ജീവിതം നിർവഹിക്കേണ്ടി വന്നു. യഥാർത്ഥത്തിൽ പരമഭക്തന്മാരാണ് അവർ. അവിടെ ഇതറിയുന്നതോടുകൂടി രാമായണത്തിനോട് നമ്മൾ കാണുന്ന സമീപനം തന്നെ വ്യത്യസ്തമാവും. രാമായണത്തിന്റെ കാഴ്ച തന്നെ മാറും. നാം അറിഞ്ഞ രാമായണമല്ല പിന്നീട് ഇതറിയുമ്പോഴുള്ള രാമായണം. രണ്ടാം ജന്മവും കഴിഞ്ഞ് മൂന്നാം ജന്മത്തിലേക്ക് എത്തുമ്പോൾ കൃഷ്ണാവതാര സമയത്ത് പേര് മറന്നുപോയല്ലോ. കൃഷ്ണാവതാര സമയത്ത് അതെ ശിശുപാലനും ദന്താവക്രനും ഇവര് രണ്ടുമായി താരതമ്യേന അത്യധികം മഹാത്മ്യമുള്ള എതിരാളി അല്ലെങ്കിൽ പോലും കംസനെ പോലെയൊക്കെ, എങ്കിലും ഇവര് ശിശുപാലനായും ദന്താവക്രനായും ജന്മമെടുക്കുകയാണ്. അവിടെ കൃഷ്ണൻ രണ്ടുപേരെയും വധിച്ചു. നോക്കൂ, ഇവിടെയൊക്കെ ശത്രുതാപൂർണമായ ജന്മം മതി എന്ന ശാപവചനം ഏറ്റുവാങ്ങിയതിന്റെ തത്ഫലമായിട്ടാണ് അവർ അവരുടെ ജീവിതം ജീവിച്ചു പോയത്. നോക്കൂ, ഈ പശ്ചാത്തലം അറിയാതെ നമ്മൾ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും നരസിംഹത്തെയും ഒക്കെ അറിയാൻ ശ്രമിച്ചാൽ നമ്മുടെ അറിവ് പൂർണ്ണമാവുമോ അപൂർണമാവുമോ? ഇതാണ് ചോദ്യം. അപ്പൊ നമ്മൾ എത്രമാത്രം നമ്മുടെ സംസ്കാരത്തിൽ നിന്നും നമ്മുടെ ആചാര പദ്ധതികളിൽ നിന്നും അകന്നാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ആത്മപരിശോധനയുടെ സന്ദർഭമാവണം. ശിവരാത്രി തന്നെ നമ്മുടെ സന്ദർഭത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ശിവരാത്രി തന്നെ സത്യത്തിൽ ഇതുപോലെ സാമൂഹികമായ ഉത്സവമായിട്ട് തന്നെയാണ് നടത്തേണ്ടത്. കാരണം ശിവരാത്രി ഭാരതത്തിനു വേണ്ടി, ഭാരതത്തിലെ ജനത്തിനു വേണ്ടി ഉണ്ടായ ഒന്നല്ല. ഈ ലോകം മുഴുവനുമുള്ള ജീവജാലങ്ങളുടെ രക്ഷയ്ക്കായിക്കൊണ്ട് നടത്തിയ പരമശിവന്റെ ത്യാഗോജ്വലമായ പ്രവൃത്തിയുടെ സ്മരണയാണ്, ഒരു എക്നോളജ്മെന്റ് ആണ്, നന്ദി പറച്ചിലാണ്, ഒരു കൃതജ്ഞതാ പ്രകാശനമാണ്. അതാണ് സത്യത്തിൽ നമ്മൾ നടത്തേണ്ടത്. അവിടെ ഈ ലോകത്തിന്റെ മുഴുവൻ ആളുകളും സത്യത്തിൽ ശിവരാത്രിയുടെ ഈ സങ്കല്പത്തിൽ ഭാഗഭാക്കുകളാവേണ്ടതുണ്ട്. അങ്ങനെ ഭാഗഭാക്കുകളാവണമെന്ന് നമ്മൾ ഓരോ തലമുറയ്ക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതാണ് നമ്മളുടെ ദൗത്യം. വ്രതം ആചരിക്കുമ്പോഴും വ്രതാചരണത്തിന്റെ മാതൃകയായി മാറുമ്പോഴും സ്വയം
നമ്മൾ നമ്മുടെ തലമുറകളോട് പകർന്നു കൊടുക്കേണ്ടുന്ന മൂല്യബോധം ഇതായിരിക്കണം. യഥാർത്ഥ, ഇംഗ്ലീഷിൽ അതിന് പ്രോപ്പർ എന്നൊക്കെ പറയും, ഒരു പ്രോപ്പർ അപ്രോച്ച്, യഥാർത്ഥ സമീപനം ഏത് വിഷയത്തിലും നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ സ്വാമിജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അർത്ഥദോഷം ഉൾക്കൊണ്ടവരായി നമ്മൾ മാറും, ഗുരുത്വമില്ലാത്തവരായി മാറും, വഴിതെറ്റിയവരായി മാറും, ദിശാബോധമില്ലാത്തവരായി മാറും. സന്യാസി ശ്രേഷ്ഠന്മാരും ഉന്നതരായ ആൾക്ക് മഹാത്മാക്കളും മാത്രമല്ല, നമ്മളും സ്വയം വഴികാട്ടികളാവണം, ദിശാബോധം നൽകുന്നവരായി മാറണം നമ്മുടെ വരും തലമുറകൾക്ക്. ഇതൊക്കെ ഈ ശിവരാത്രി ദിവസത്തിലൂടെ നമുക്ക് കിട്ടേണ്ടുന്ന മൂല്യബോധങ്ങളിൽ ഒന്നായി തന്നെ നമ്മൾ കണക്കാക്കണം. അപ്പൊ എന്റെ രണ്ടാമത്തെ ചോദ്യം, 2-3 കാര്യങ്ങളിലൂടെ വിഷയം അവതരിപ്പിക്കാനാണ് വിചാരിക്കുന്നത്. കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ.